പെരുന്നാളിൻ്റെ എന്നുള്ള സന്തോഷം വേറെ തന്നെയാണ്. ചില ചെറുപ്പക്കാരും അല്ലാത്തവരൊക്കെ ഒരു ദിവസം മുമ്പ് തന്നെ പ്ലാനിങ് തുടങ്ങും. നാളെ എവിടെയൊക്കെയാണ് പോവുക, ആരെയൊക്കെയാണ് കാണുക, ഉമ്മമാരുടെ പ്ലാനിങ് ഏത് വീട്ടിലാണ്, അല്ലെങ്കിൽ ഏത് ഫാമിലിയിൽ ഏത് വീട്ടിലാണ് ആദ്യം പോവുക, പെൺകുട്ടികളാണെങ്കിൽ ഏത് വീട്ടിൽ പോയി കൊണ്ടാണെന്ന് പിക്കൊക്കെ എടുക്കുക എന്നാണ്. പലരും പലതരത്തിലുള്ള സന്തോഷങ്ങളാണ്, അതൊക്കെ വേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ സന്തോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു വിഭാഗം നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആരാന്നറിയോ? ഉസ്താദുമാർ. അവർക്ക് പെരുന്നാൾ പോലും ഇല്ല. എൻ്റെ അനുഭവത്തിലല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. പെരുന്നാളിൻ്റെ ദിവസമാകുമ്പോൾ കമ്മിറ്റിയോ നാട്ടുകാരോ വന്നുകൊണ്ട് ഉസ്താദുമാരോട് പറയും, ഉസ്താദെ ഇവിടെ ആരാണ് നിൽക്കുക, എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഖത്തീബിനെയോ മുഅദ്ദിനെയോ പെരുന്നാളിൻ്റെ നടക്കം അവിടെ നിർത്തും. സ്വാഭാവികമെന്നോടൊന്ന് സംശയമുണ്ടാവാം, അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാൽ ഇവിടെ പള്ളിയിൽ ജമാഅത്ത് നടക്കണ്ടേന്ന്. ഞാൻ കമ്മിറ്റിയോടാണ് ഈ പറയുന്നത്. എന്തിനാണ് പള്ളിയിൽ ജമാഅത്ത് നടക്കണമെങ്കിൽ ഉസ്താദുമാർ തന്നെ വേണോ? നാട്ടിലുള്ള നന്നായി ഖുർആൻ ഓതാൻ അറിയുന്ന ഏതെങ്കിലും ഒരാളെ നിർത്തിയാൽ പോരെ? ഉസ്താദുമാരെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാ വഴികളും നമ്മൾ ഒരുക്കി കൊടുക്കണം. അതുകൊണ്ട് പെരുന്നാളിനെങ്കിലും അവർക്ക് ലീവ് കൊടുക്കണം.